കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകി വന്നിരുന്ന ഗ്രാന്റുകൾ വെട്ടിക്കുറച്ച ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി കോടതി റദ്ദാക്കി. ഫണ്ടുകൾ തിരിച്ചുപിടിക്കുന്നതിൽ നിന്ന് പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയെ കോടതി വിലക്കി. $20 ബില്യൺ ധനസഹായമാണ് നേരത്തെ ഇതിനായി നീക്കിവച്ചിരുന്നത്. മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി ജോ ബൈഡന്റെ കാലത്താണ് ഗ്രാന്റുകൾ നൽകി തുടങ്ങിയത്. കൊളംബിയൻ ധനമന്ത്രി ഡീഗോ ഗുവേര രാജി പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് രാജി. ബജറ്റ് വെട്ടിക്കുറയ്ക്കലുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. ചാൾസ് രാജാവും ഭാര്യയും അടുത്ത മാസം വത്തിക്കാൻ സന്ദർശിക്കും. വത്തിക്കാനിലെ ബ്രിട്ടീഷ് എംബസി ഇക്കാര്യം സ്ഥിരീകരിച്ചു. അസുഖബാധിതനായി കഴിയുന്ന മാർപ്പാപ്പയുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തും. മുൻപ് വത്തിക്കാനിൽ എത്തിയിട്ടുണ്ടെങ്കിലും രാജാവായി സ്ഥാനമേറ്റ ശേഷമുള്ള ചാൾസിന്റെ ആദ്യ സന്ദർശനമാണിത്. താജിക്കിസ്ഥാനിൽ ഭൂചലനം. ഇന്ന് പുലർച്ചെയാണ് റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ഈ മാസം ആദ്യവും താജിക്കിസ്ഥാനിൽ ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. ലോകബാങ്കിന്റെ കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് താജിക്കിസ്ഥാൻ.